കല്യാണം കഴിഞ്ഞ കാലത്തെ ഞങ്ങളും ഒരേ സ്വകാര്യം പറച്ചിലായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ ഇവള് വാ തുറക്കുന്നത് വീട്ടു ചെലവിന്റെ കാര്യം പറയാൻ വേണ്ടി മാത്ര. പിന്നെ അത് പറയാതിരിക്കാൻ പറ്റുമോ? അതും കൊള്ളാം. ഇതെന്താ ലീലേച്ചി അരത്തൊക്കെ? വിരുന്നിന് വരുമ്പോഴും അരത്തൊഴിഞ്ഞ് സ്വീകരിക്കുന്ന ചടങ്ങുണ്ടോ? ഇത് ഇവരുടെ ആദ്യത്തെ വിരുന്നല്ല രത്നേ. ശരിക്കും ആദ്യ വിരുന്ന് പോവേണ്ടത് പെണ്ണിന്റെ വീട്ടിലേക്കാ. പെണ്ണിന്റെ വീട്ടിൽ ചെന്ന പെണ്ണിനെയും ചെക്കനെ അരത്തൊഴിഞ്ഞ് സ്വീകരിക്കണമെന്നാ. ഇവർക്ക് ഏതായാലും ഇപ്പൊ അങ്ങോട്ട് ചെല്ലാനാവില്ലല്ലോ. അതുകൊണ്ട് ആ ചടങ്ങ് ഇവിടെ നടത്താന്ന് കരുതി. പാറുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് രണ്ടുപേരെ ഞാൻ സ്വീകരിക്കുന്നു കൂട്ടിയാൽ മതി. ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കാതെ രണ്ടാളും കഴിച്ചേ. എനിക്ക് മീൻ വെക്കട്ടെ? മീൻ വേണോ മോളെ? വേണ്ട. ആറ് കഴിക്കും. പായസം 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 അഗ്രിയേട്ടാ. ആ കഴിച്ചോ. ചേച്ചി ഒഴിക്കട്ടെ? കുറച്ച് മതി. ആ കുറച്ച്. മതി മതി. കുഞ്ഞി പായസം കുറച്ച്. എനിക്ക് പായസം തന്നില്ല. നീ എന്താടാ രശ്മിക്ക് പായസം കൊടുക്കാത്തെ? അവക്ക് പായസം വിളപ്പിക്കേ. സന്തോഷായില്ലേ? അവർക്ക് വിരുന്ന് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലെങ്കിലും ആ ചടങ്ങ് ഭംഗിയായിട്ട് നടക്കുന്നു എന്നറിഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം. പാർവതി എന്തു പറയുന്നു? അവള് നല്ല സന്തോഷത്തിലാ ഭാഗ്യേച്ചി. ഗിരിയും പാറും പെങ്ങന്മാരും കൂടെ വിരുന്നിന് വന്നത്. പെങ്ങന്മാര് പാറുവിനെ കൈവെള്ളയിലാ കൊണ്ട് നടക്കുന്നത്. ഗിരിക്കും അവന്റെ അനിയത്തിമാർക്കും പാറുവിനോടുള്ള സ്നേഹം എനിക്ക് നന്നായി അറിയാം. അവരായിട്ട് ഒരിക്കലും പാറുവിനെ ഒരു തരത്തിലും വിഷമിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഒരു കണക്കിന് ആ ഇന്ദ്രനുമായിട്ടുള്ള കല്യാണം നടക്കാതിരുന്നത് നന്നായി ഭാഗ്യേച്ചി. അവന്റെ കൂടെങ്ങാനം പാറുവിനെ കെട്ടിച്ചിരുന്നെങ്കിൽ ഈ സന്തോഷമൊന്നും പാറുവിന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലായിരുന്നു ഭാഗ്യേച്ചി. ശരിയാ, ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം നടന്നെങ്കിൽ പാറുവിന് എന്നും വിഷമിച്ചു കഴിയേണ്ടി വന്നേനെ. ഗിരിയുടെ കയ്യില് പാറുവിന്റെ ജീവിതം ഭദ്ര ഭാഗ്യേച്ചി. എന്നിട്ട് പിണക്കവും വൈരാഗ്യവും ഒക്കെ മറന്ന് പപ്പേട്ടനെ കൊണ്ട് ഗിരിയെയും പാറുവിനെ അംഗീകരിപ്പിക്കണം. ഞാൻ ശ്രമിക്കല്ലേ? പപ്പേട്ടൻ അതിന് വഴങ്ങുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഭാഗ്യേച്ചി ശ്രമിച്ചു നോക്കൂ. അല്ല, ഫോണ് പാറുവിന് കൊടുക്കണോ? ഇപ്പൊ വേണ്ട. ഗിരിയേട്ടാ ഒന്ന് വരൂ. ചെല്ലടാ. എന്താ പറ? നമുക്ക് പോവണ്ടേ? പോ. അവരോടൊന്നും പറഞ്ഞിട്ട്. ശശിയേട്ടാ, ലീല ചേച്ചി, ഞങ്ങളൊന്ന് ടൗൺ വരെ പോവാണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ എവിടെ പോവാ? ഞങ്ങളൊന്ന് ടൗൺ വരെ പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. അപ്പോ ഞങ്ങൾ വരണ്ടേ? അത് ടൗണിലേക്കോ? അത് നിങ്ങള്? അതെ, ഞങ്ങളും കൂടെ ടൗണിൽ വന്ന എന്താ കുഴപ്പം? കുഞ്ഞി, അവര് ഭാര്യയും ഭർത്താവും കൂടിയാ ടൗണിലേക്ക് പോകുന്നത്. നീ അതിനിടയ്ക്ക് കുറുമ്പുമായിട്ട് കയറി ചെല്ലണ്ട. അപ്പോ
വേണ്ട അല്ലേ? വേണ്ട. ആ എന്നാ നിങ്ങൾ രണ്ടാളും കൂടി പൊക്കോ. വാ. അതെ, പറഞ്ഞു എന്റെ കാര്യത്തില് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എന്താ പറു അങ്ങനെ ചോദിച്ചത്? ദിവസങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പോവുക. സിദ്ധുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? ഗിരിയേട്ടൻ സിദ്ധുവിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ വിളിച്ചിട്ട് സിദ്ധുവിനെ ഫോണിൽ കിട്ടുന്നേ ഇല്ല. ഞാൻ അന്വേഷിക്കുന്നുണ്ട് പാറു. എവിടെ അന്വേഷിച്ചു? പാറു അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡോക്ടറെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യമായിട്ടുള്ള വിവരമൊന്നും കിട്ടിയില്ല. അതാ ഞാൻ പാറുവിനോടൊന്നും പറയായിരുന്നത്. വെറുതെ പാറുവിനെ കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാ? സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പാറു അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സമാധാനമായിട്ടിരിക്കെ. അധികം വൈകാതെ തന്നെ ഡോക്ടറെ നമുക്ക് കണ്ടുപിടിക്കാം. എത്രയും പെട്ടെന്ന് വേണം. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. പാറു അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കരിനീലി കാവലമ്മയോട് ഞാനെന്നും പാറുവിന്റെ വിഷമം പറഞ്ഞ് പ്രാർത്ഥിക്കാറുമുണ്ട്. അമ്മ എത്രയും വേഗം ഡോക്ടറെ നമ്മുടെ മുന്നിൽ എത്തിച്ചേരും. പാറു വിഷമിക്കണ്ട, എല്ലാം ശരിയാവും.